ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കണ്ടോ? രാധിക ഇവിടുന്ന് പടി ഇറങ്ങി പോയതിനു ശേഷം നിന്നെ ഞാൻ വിളിക്കാം. അപ്പ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങള്. രാധിക എന്റെ മോളേക്കാൾ വലിയവളാവാൻ ഞാൻ സമ്മതിക്കില്ല. യശോദേ, എന്റെ പിറന്നാളുകാരി കുട്ടിയോട് എന്താ വേണ്ടതെന്ന് ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു. അവൾ എന്താ മറുപടി പറഞ്ഞതെന്ന് തനിക്കറിയോ? ഇല്ല. കഴിഞ്ഞ പിറന്നാളിന് മോൾ എന്താ ചോദിച്ചത്? പോട്ടെ, അതിന് മുമ്പുള്ള പിറന്നാളിന് എന്താ ചോദിച്ചത്? അത് തന്നെയാടോ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം. അത് മതി എന്റെ കുട്ടിക്ക്. അല്ല, എന്താ മോളെ പ്രിയങ്കയെ കൂട്ടാത്ത്? അവൾ എപ്പോഴാ വരുന്നത്? അവള് വന്നിട്ട് മതി ആഘോഷമൊക്കെ. പ്രിയങ്ക വരില്ല. അവൾക്ക് നല്ല സുഖമില്ല. അതെന്ത് പറ്റി? അവള് 1-2 വട്ടം ഛർദിച്ചു എന്നൊക്കെ പറഞ്ഞു. എന്റെ കൃഷ്ണ, ശുഭവാർത്ത എന്തെങ്കിലും ആയിരിക്കുമോ? ആയിരിക്കും അല്ലേ മോളെ? നല്ല വാർത്തയാവട്ടെ. യശോദേ, മുത്തശ്ശനും മുത്തശ്ശിയാവാനുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തണമെന്നാ തോന്നുന്നു. അല്ല, എന്താടോ തനിക്കിതൊന്നും കേട്ടിട്ട് ഒരു സന്തോഷം തോന്നുന്നില്ലേ? സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ ദേവേട്ടൻ പ്രതീക്ഷിക്കുന്ന പോലെ ആവണമെന്നില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുക, ആവോളം പ്രതീക്ഷിക്കുക. കേട്ടിട്ടില്ലേ, മലയോളം ആഗ്രഹിക്കുമ്പോ ഒന്നോളം തരുമെന്ന്. അത് തന്നെയാടോ ജീവിതത്തിന്റെ ഒരു രസവും. ശ്യാമേ, ഈ നേരം വരെ ഞാൻ രാധികമളെ വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഫോൺ ഇതുവരെ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ല. നേരത്തെ വരാൻ എന്നോട് പറഞ്ഞതാ ഏട്ടത്തി. പറഞ്ഞ അവളത് പാലിക്കാറുള്ളതല്ലേ. എന്ത് പറ്റി എന്റെ കുഞ്ഞിനെന്ന് എനിക്ക് അറിയില്ലല്ലോ ദൈവമേ. രാധികമോളുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞപ്പോ കുഞ്ഞുങ്ങളെല്ലാം നല്ല സന്തോഷത്തിലാ. അവരും കാത്തിരിക്കുക. ഓ, കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ എടുത്തി അവർക്ക് ഭക്ഷണം എടുത്തു കൊടുക്ക. ഞാൻ ചോദിച്ചു, രാധിക ചേച്ചി വന്നിട്ടേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക അവരും. എന്തെങ്കിലും ഒരു പ്രശ്നമില്ലാതെ അവൾ വരാതിരിക്കില്ല, അത് ഉറപ്പാ. നമ്മളിപ്പോ ആരെ വിളിച്ചാ ചോദിക്കുന്നേ? വേണമെങ്കില് വരുണ്ണെ വിളിക്കായിരുന്നു. വേണ്ട, വരുണ്ണെ വിളിക്കണ്ട. അത് കൂടുതൽ വഷളാവുകയുള്ളൂ. എടുത്തി ഒന്നൊന്ന് ആലോചിച്ച് നോക്ക്. ഭാഗ്യക്കേടുകൾക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എത്ര പ്രതീക്ഷിച്ചതാ, എന്തൊക്കെ കണക്ക് കൂട്ടിയതാ, എന്തൊക്കെ വാങ്ങിച്ചു വെച്ചതാ. എന്നിട്ടും അങ്ങനെ വല്ലാതെ നിരാശപ്പെടല്ലേ. ചിലപ്പോ കുറച്ചു കഴിയുമ്പോ ഓടിയെത്തും, ക്ഷമയും സങ്കടമൊക്കെ പറഞ്ഞോണ്ട്. മനസ്സിൽ എന്തോ ഒരു പേടി കയറിപ്പോയി. ഇനിയും അവളെ കാണാതെ അത് മാറില്ല. ഹലോ, ഞാനാ മുത്തശ്ശി. മുത്തശ്ശി
മുത്തശ്ശി ആ സിനിമ മാഗസിൻ വേണോന്ന് പറഞ്ഞിരുന്നല്ലേ? ഒരു പയ്യനത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ അവനെ ഇപ്പൊ അവിടെ എത്തിയിട്ടുണ്ടാവും. ഒന്ന് നോക്കിയേ. ആ നോക്കാം. ആ ഫോൺ വെക്കണ്ട കേട്ടോ. എടാ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാടാ. നിന്നെ പ്രിയങ്ക പറഞ്ഞു വിട്ടതല്ലേ, അത് ഞാൻ നേക്കും. എനിക്ക് ആളെ അറിയില്ലല്ലോ, അതുകൊണ്ടാ ഞാൻ. എനിക്ക് തന്നെയാ. ഞാൻ നേരെ നീ പൊയ്ക്കോ. പോടാ. കിട്ടിയോ മുത്തശ്ശി? കിട്ടി മോളെ. പിന്നെ മുത്തശ്ശി വേറൊരു കാര്യം. എന്താടി? എന്റെ സിനിമയിലേക്ക് വേണ്ടി ചേച്ചി ഒരു പാട്ട് പാടിയില്ലേ? ആ പാട്ട് കുറച്ചു മുമ്പേ ടിവിയിൽ കാണിച്ചു. ഇവിടെ എല്ലാരും കണ്ടു. ഇതിനിടയിൽ അങ്ങനെ ഉണ്ടായോ? ഞാൻ എപ്പോഴും മുത്തശ്ശിയോട് പറയാറില്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു എന്ന് വിചാരിക്കുമ്പോ ഏതെങ്കിലും വിധത്തില് ആ നാശം പിടിച്ചവൾ എന്നെ മറികടക്കും. ആ പാട്ടിനെ കുറിച്ച് എന്തൊരു അഭിപ്രായമാണെന്ന് അറിയോ? മിക്കവാറും എന്റെ സിനിമ കൊണ്ട് അവളായിരിക്കും രക്ഷപ്പെടാൻ പോകുന്നത്. എടി, അവള് രക്ഷപ്പെടണോ ശിക്ഷിക്കപ്പെടണോന്ന് ഞാനല്ലേടി തീരുമാനിക്കുന്നേ. നീ ഇപ്പൊ കൊടുത്തയച്ച സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രം മതി എനിക്ക് അവളെ ഇവിടുന്ന് പടി കടത്താൻ. ആ സിനിമ മാഗസിനൊക്കെ വെച്ച് മുത്തശ്ശി എന്താ ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീ കണ്ടോ, രാധിക ഇവിടുന്ന് പടി ഇറങ്ങി പോയതിനു ശേഷം നിന്നെ ഞാൻ വിളിക്കാം. അപ്പ പറഞ്ഞുതരാം ബാക്കി കാര്യങ്ങള്. രാധിക എന്റെ മോളേക്കാൾ വലിയവളാവാൻ ഞാൻ സമ്മതിക്കില്ല. രാധികയുടെ കഴുത്തിൽ വരുൺ താലി കെട്ടിയതേ ഈ ജന്മം ദേവനാരായണൻ അറിയില്ല. അത് മുത്തശ്ശി നിനക്ക് തരുന്ന ഉറപ്പാ. ഞാൻ ചിലപ്പോ ദൈവത്തിനെ പോലെ സംശയിക്കും, പക്ഷെ മുത്തശ്ശി ഒരിക്കലും സംശയിക്കില്ല. പിന്നെ നീ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്ക്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഒരുക്കട്ടെ. ശരി മുത്തശ്ശി. ദീപം 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 ദീപം